യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 6-ൽ ആകെ എത്ര വാക്യങ്ങൾ? 71. യോഹന്നാൻ അധ്യായം 6-ലെ ആദ്യത്തെ തലക്കെട്ട് അപ്പം വർദ്ധിക്കുന്നു. ഗലീലി കടലിൻ്റെ വിളിപ്പേര് തിബേരിയാസ്. തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന കടൽ ഗലീലി കടൽ. ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയ യേശുവിനെ അനുഗമിച്ചതാര്? വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചത് എന്തുകൊണ്ട്? കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ആരുടെ കൂടെ അവിടെ ഇരുന്നു? ശിഷ്യന്മാരുടെ കൂടെ. യോഹന്നാൻ 6:4 പ്രകാരം യഹൂദരുടെ തിരുനാൾ അടുത്തിരുന്നു, പെസഹ തിരുനാൾ. യേശു കണ്ണുകളുയർത്തിയപ്പോൾ ആര് തൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കണ്ടത്? ഒരു വലിയ ജനതതി അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു ഫിലിപ്പോസിനോട് എന്താണ് ചോദിച്ചത്? ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് ചോദിച്ചു? യേശു ഫിലിപ്പോസിനോട്. ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഫിലിപ്പോസിനോട്. ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് യേശു ഫിലിപ്പോസിനോട് ചോദിച്ചത് എന്തിന്? അവരെ പരീക്ഷിക്കാൻ. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ദനാരയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. യോഹന്നാൻ 6:7 പ്രകാരം പൂരിപ്പിക്കുക. 200 ദനാരയ്ക്കുള്ള അപ്പം പോലും. ശിഷ്യന്മാരിൽ ഒരുവനും ശിമിയോൻ പത്രോസിൻ്റെ സഹോദരനും ആര്? അന്ത്രയോസ് ആരുടെ സഹോദരനായിരുന്നു? ശിമിയോൻ പത്രോസിൻ്റെ. 5 ബാർലി അപ്പവും 2 മീനും ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്? ഒരു കുട്ടിയുടെ. 5 ബാർലി അപ്പവും 2 മീനും ഇത്രയും പേർക്ക് അത് എന്തുണ്ട് എന്ന് ചോദിച്ചത് ആര്? അന്ത്രയോസ്. ഇത്രയും പേർക്ക് അതെന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ഭക്ഷണത്തിന് ഇരുന്നവരിൽ എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? 5000-ഓളം. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ഒന്നും നഷ്ടപ്പെടാതെ എന്ത് ശേഖരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം. 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ അവർ ശേഖരിച്ചു? 12 കുട്ട നിറയെ. യോഹന്നാൻ 6:14 പ്രകാരം അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. യേശു 5 അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. തന്നെ എന്തു ചെയ്യുവാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ അവർ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി, രാജാവാക്കാൻ. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു എവിടേക്ക് പിന്മാറി? മലമുകളിലേക്ക്. യോഹന്നാൻ അധ്യായം 6-ലെ 2-ാമത്തെ തലക്കെട്ട് വെള്ളത്തിന് മീതെ നടക്കുന്നു. എപ്പോഴാണ് അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയത്? വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ എവിടേക്ക് പോയി? കടൽക്കരയിലേക്ക്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കയറി എവിടേക്ക് പോയി? കടലിനക്കരെ കഫർനാമിലേക്ക്. ശിഷ്യന്മാർ കഫർനാമിലേക്ക് പുറപ്പെട്ടപ്പോൾ ആര് അവരുടെ അടുക്കലെത്തിയിരുന്നില്ല? യേശു. കടൽ ക്ഷോഭിച്ചത് എന്തുകൊണ്ട്? ശക്തിയേറിയ കാറ്റ് അടിച്ചിരുന്നത് കൊണ്ട്. എത്ര സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിന് മീതെ നടന്നു വള്ളത്തെ സമീപിച്ചത്? 25-30 സ്ഥാദിയോൺ. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ എന്തു ചെയ്തു? ഭയപ്പെട്ടു. യേശുവിനെ എവിടെ കയറ്റാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചു? വള്ളത്തിൽ.
യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു. യോഹന്നാൻ 6:22 പ്രകാരം അവിടെ എന്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഒരു വള്ളം മാത്രമേ. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാരോട് കൂടെ യേശു അതിൽ കയറിയിരുന്നില്ല. ശിഷ്യന്മാർ തനിയെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആര്, എപ്പോൾ? കടലിൻ്റെ മറുകരയിൽ നിന്ന ആളുകൾ. പിറ്റേ ദിവസം കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് എവിടെ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു? തിബേരിയാസിൽ നിന്ന്. ആരൊക്കെ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോഴാണ് ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തിയത്? യേശുവോ ശിഷ്യന്മാരോ? യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെ എത്തി? കഫർനാമിൽ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 3 തലക്കെട്ട് ജീവന്റെ അപ്പം. ജനക്കൂട്ടം ആരെയാണ് കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയത്? യേശുവിനെ. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ എന്താണ് ചോദിച്ചത്? റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? കടലിൻ്റെ മറുകരയിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ എന്താണ് സംബോധന ചെയ്തത്? റബ്ബി. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. എന്ത് കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്? അടയാളങ്ങൾ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ആര് തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? മനുഷ്യപുത്രൻ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന എന്തിൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ? നിത്യജീവൻ്റെ. ആര് അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു? പിതാവായ ദൈവം. പിതാവായ ദൈവം അവൻ്റെ മേൽ എന്ത് വെച്ചിരിക്കുന്നു? അംഗീകാരമുദ്ര. എന്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവർ യേശുവിനോട് ചോദിച്ചത്? ദൈവഹിതം. എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചത്? പിതാക്കന്മാർ. ആരല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്നാണ് യേശു പറയുന്നത്? മോശ. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തു തരുന്നത്? യഥാർത്ഥമായ അപ്പം. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് എന്ത് നൽകുന്നതത്രേ എന്നാണ് പറയുന്നത്? ജീവൻ. ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് അവർ അപേക്ഷിച്ചപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്? ഞാനാണ് ജീവൻ്റെ അപ്പം. ആർക്ക് ഒരിക്കലും വിശക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ അടുത്ത് വരുന്നവന്. എന്നിൽ വിശ്വസിക്കുന്നവന് എന്തു ചെയ്യുകയുമില്ല എന്നാണ് യേശു പറയുന്നത്? ദാഹിക്കുകയുമില്ല. ആര് എൻ്റെ അടുത്ത് വരുമെന്നാണ് യേശു പറയുന്നത്? പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും എന്തു ചെയ്യുകയില്ല, തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനല്ല എന്നാണ് യേശു പറയുന്നത്? എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. ആരുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവൻ്റെ. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ എന്തു ചെയ്യാതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം, നഷ്ടപ്പെടുത്താതെ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് എന്തുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, നിത്യജീവൻ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് ആരുടെ ഇഷ്ടം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ അന്ത്യദിനത്തിൽ എന്തു ചെയ്യും? ഉയർപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ ആരാണ് അവനെതിരെ പിറുപിറുത്തത്? യഹൂദർ. യേശുവിനെതിരെ പിറുപിറുത്ത യഹൂദർ എത്ര ചോദ്യങ്ങളാണ് യേശുവിനെ കുറിച്ച് ചോദിക്കുന്നത്? 3. യോഹന്നാൻ 6:43 പ്രകാരം നിങ്ങൾ പരസ്പരം എന്തു ചെയ്യേണ്ടതില്ല എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? പിറുപിറുക്കേണ്ടതില്ല. ആര് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ച പിതാവ്. എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ എപ്പോഴാണ് ഞാൻ ഉയർപ്പിക്കുന്നത്? അന്ത്യദിനത്തിൽ. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? പ്രവാചക ഗ്രന്ഥങ്ങളിൽ. പിതാവിൽ നിന്ന് എന്തു ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നുവെന്നാണ് യേശു യോഹന്നാൻ 6:45 പറയുന്നത്. ശ്രവിക്കുകയും പഠിക്കുകയും. ആരിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ? ദൈവത്തിൽ നിന്ന്. യോഹന്നാൻ 6:48 താൻ ആരാണ് എന്നാണ് യേശു പറയുന്നത്? ജീവൻ്റെ അപ്പം.
മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഭക്ഷിക്കുന്നവന് എന്ത് സംഭവിക്കുകയില്ല, മരിക്കുകയില്ല. ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51 പ്രകാരം പൂരിപ്പിക്കുക. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ എന്താകുന്നു എന്നാണ് യേശു പറയുന്നത്. ശരീരം. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് ആര് ചോദിച്ചു? യഹൂദർ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്തുണ്ട് എന്നാണ് യോഹന്നാൻ 6:54 പറയുന്നത്? നിത്യജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും എന്തു ചെയ്യുന്നു? വസിക്കുന്നു. യോഹന്നാൻ 6:57 പ്രകാരം ആര് എന്നെ അയച്ചു എന്നാണ് യേശു പറയുന്നത്? ജീവിക്കുന്നവനായ പിതാവ്. ഇത് ഭക്ഷിക്കുന്നവൻ എന്ന് യേശു പറഞ്ഞത് അവൻ എവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്? കഫർനാമിലെ സിനഗോഗിൽ. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 6 അവസാനത്തെ തലക്കെട്ട് നിത്യജീവന്റെ വചസ്സുകൾ. എന്ത് കഠിനമാണ് എന്നാണ് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറയുന്നത്. ഈ വചനം തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് എന്താണ് ചോദിച്ചത്? ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ആര് ആദ്യം അതിനടുത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്. മനുഷ്യപുത്രൻ. യോഹന്നാൻ 6:63 പ്രകാരം ആരാണ് ജീവൻ നൽകുന്നത്? ആത്മാവ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നാണ് യേശു യോഹന്നാൻ 6:63 പറയുന്നത്? ആത്മാവും ജീവനും. ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് എന്ത് ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത്. വരം. നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചത് ആരോട്? 12 പേരോടുമായി. നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആര്? ശിമിയോൻ പത്രോസ്. ഞങ്ങൾ എന്ത് വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് ശിമിയോൻ പത്രോസ് പറഞ്ഞത്? നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശിമിയോൻ ഇസ്കറിയാത്തയുടെ മകനായ യൂദാസിനെ കുറിച്ച്. യോഹന്നാൻ 6:27 സമാനമായ പഴയ നിയമഭാഗം. യെശയ്യാ 55:2. യോഹന്നാൻ 6:30 സമാനമായ വചനഭാഗങ്ങൾ. മത്തായി 12:38, മർക്കോസ് 8:11. യോഹന്നാൻ 6:42 സമാനമായ വചനഭാഗങ്ങൾ. ലൂക്ക 4:22, യോഹന്നാൻ 7:27. യോഹന്നാൻ 6:45 സമാനമായ വചനഭാഗങ്ങൾ. യെശയ്യാ 54:13, 1 തെസ്സലോനിക്യ 4:9, 1 യോഹന്നാൻ 2:27.